Hi friends, welcome to English Mithra. Welcome to the FAQ session. Okay, No, as usual, നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് കോമന്റ് ബോക്സിൽ വന്നത്. അപ്പോൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് 10 ക്വസ്റ്റ്യൻസ്. പക്ഷെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം എഴുതി വായിച്ച പോലെ ഒരു കോട്ട് വായിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചു കേട്ടോ. So if taken a quote, this is from Maya Angelou, okay? My Great writer. Yeah, mine too. Quote ഇതാണ്, people will forget what you said, people will forget what you did, but people will never forget what you how you made them feel. Yes. Yeah, that is true. സത്യമാണ്. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ എന്താ ചെയ്തത് എല്ലാം ആൾക്കാർ മറന്നു പോകും. പക്ഷേ നമ്മൾ അവരെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു എന്നുള്ളത് ഒരിക്കലും മറക്കത്തില്ല. ഈവൻ ഞാനും മറക്കില്ല എന്നെ ഒരാൾ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു എന്നുള്ളത്. Now for people who listen to it, അവർക്ക് ഇത് നെഗറ്റീവ് കോട്ട് ആയിട്ട് തോന്നി കാണും, പോസിറ്റീവ് കോട്ട് ആയിട്ട് തോന്നി കാണും. ഇതാണ് ഇപ്പൊ നമ്മള് ഇപ്പോൾ ടി വിയിൽ ഒരാളെ കുറിച്ച് നമുക്കിപ്പോൾ പേഴ്സണലായിട്ട് ഒരാളെ കുറിച്ച് ആളെ അറിയാക്കാന്ന് വിചാരിച്ചു. നമ്മൾ ടി വിയിലൊക്കെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ട്രോളൊക്കെ കാണുമ്പോഴും പക്ഷെ നമുക്കത് അഫക്റ്റ് ഇല്ല, കാരണം ആ ആൾ നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചത് വേറൊരു രീതിയിലാണ്. ദാറ്റ്സ് വെരി ട്രൂ, സത്യമാണത്. എൻ്റെ ക്ലോസ് സർക്കിളിൽ യു നോ മീ വെരി വെൽ റൈറ്റ്. അപ്പം എനിക്കറിയാം ഐ ഡോണ്ട് ഹാവ് മെനി ഫ്രണ്ട്സ്, ബട്ട് എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ നിലനിന്ന് പോകുന്ന ഫ്രണ്ട്സ് നിലനിന്ന് പോകുന്ന മെയിൻ കാരണം the way they made them feel. You, ദിവ്യ, അമൽ, പിന്നെ ഇല്ല കൗശി, പിന്നെ ഡെന്നി, അങ്ങനെ കുറച്ച് പേര് മാത്രം. they made me feel a certain way. അതുകൊണ്ടാണ് അവരിപ്പോഴും എൻ്റെ ഫ്രണ്ട്സ്. such a true quote. Maya Angelou, she is like great. Like I said, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അത് ഈ ഒരു നെഗറ്റീവ് ടച്ച് ആണ് തന്നെങ്കിൽ നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതിൻ്റെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്തതിൻ്റെ ആണെങ്കിൽ അയാൾ എന്നും നിങ്ങളെ ഓർക്കുന്നത് അങ്ങനെയായിരിക്കും. ദാറ്റ്സ് എ പോസിറ്റീവ് തിങ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. ഐ വാസ് ഡൂയിങ് സം വർക്ക് ആൻഡ് ഇറ്റ് വാസ് വെരി ഹെക്ടിക്. അപ്പോൾ എനിക്കൊരാൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് ഇങ്ങനെ കോഴ്സിനെ കുറിച്ചൊരു കംപ്ലൈൻ്റ് ആണ്, അതായത് അദ്ദേഹത്തിന് കോളിംഗ് ആപ്റ്റിറ്റ്യൂഡ് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഹി ആസ്ക്ഡ് മീ, ടോൾഡ് മീ ദാറ്റ്. അപ്പോൾ ഐ വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ്, ഓക്കെ, ആൻഡ് ഐ ടോൾഡ് ഹിം എന്നോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, യു ഹാവ് ടു റിപ്പോർട്ട് ടു ദ ഹെൽപ്പ് ഡെസ്ക്, ഐ കനോട്ട് ഡു എനിത്തിങ് എന്ന്. അപ്പം ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു. ദ മൊമെന്റ് ദാറ്റ് ഓഡിയോ റെക്കോർഡിംഗ് വാസ് സെൻഡ്, അങ്ങനെ ഒരിക്കലും പറയണ ആളല്ല അല്ല, ബട്ട് ആ സമയത്ത് അങ്ങനെയായിരുന്നു. ഐ റിഗ്രറ്റഡ് എവറിത്തിങ് ഐ സെഡ്. പിന്നെ ഞാൻ അയാളെ വീണ്ടും കോൺടാക്ട് ചെയ്തു, ലൈക്ക് ഓക്കെ ആയോ, പിന്നെ പുള്ളിക്കാരൻ്റെ നമ്പർ ഞാൻ വാങ്ങിച്ചു. ഐ സെൻഡ് ഇറ്റ് ടു ദ ഹെൽപ്പ് ഡെസ്ക്. വേറെ ട്രെയിനറിനെ കൊടുത്തു. ആ ട്രെയിനറിനെ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞു, ദിസ് പേഴ്സൺ ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ്, യു ഷുഡ് ടേക്ക് ഗുഡ് കെയർ ഓഫ് ഹിം എന്ന് വിളിച്ചു. പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചു, ട്രെയിനറോട് സംസാരിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. ബട്ട് ദ മൊമെന്റ് ഐ സെഡ് ഇറ്റ്, ഐ റിഗ്രറ്റഡ് ഇറ്റ്. ദ നെക്സ്റ്റ് സെക്കൻഡ് അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ലൈക്ക് എപ്പോഴും ആൾക്കാർ ഒരുപോലെ ഇരിക്കണം എന്നില്ല, പക്ഷെ ചില സമയത്ത് ലൈക്ക് യു കെ നോട്ട് ഡു എനിത്തിങ്. വേറെ ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എനിക്കൊരു പാഴ്സൽ തരാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ദ ഗൈ വാസ് ഫസ്റ്റ് റിസപ്ഷനിൽ നിന്ന് ടെസ്റ്റ് ചെയ്തെടുത്ത് മോശമായിട്ട് പെരുമാറി. ഞാൻ എവിടെ സൈൻ ചെയ്യേണ്ടത് നോക്കി പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചൂടായി. ഐ ഡിഡൻറ്റ് നോ ദ ഗൈ. എനിക്ക് വേണമെങ്കിൽ പുള്ളിയുടെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യാൻ, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. ബട്ട് ഐ ഡിഡൻറ്റ് നോ ദ ഗൈ, ബട്ട് ദ വേ ഹി ടോക്ക് ടു മീ ഐ ഫെൽറ്റ് റിയലി ബാഡ്. അത് ഞാൻ പയ്യനെ ഇതുവരെ വന്നിട്ടില്ല, ഇത് സംഭവം കാണിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. I still remember the face. Yeah. You don't, the way you make others feel is a very important thing. The whole summary is that be kind. Be kind to we can do something. Eppozhilla if they are being inappropriate, then you have to voice it out. Allade you can be kind. Okay, ഇനി നമുക്ക് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. Okay, the first question is വായിക്കട്ടെ, എഴുതിയെടുത്തോ? ശരി. To be signed in the presence of invigilator എന്നതിലെ signed എന്തുകൊണ്ടാണ് V3 or V2 ഫോമിൽ വരുന്നത്? To be signed എന്നായാൽ മീനിങ് എന്താവും? തെറ്റാവും. To be signed എന്നായാൽ മീനിങ് തെറ്റാവും. To be signed നമുക്ക് പറയാൻ പറ്റത്തില്ല. To be signed എന്ന് യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ്സ് ഇൻ ദ പാസീവ് വോയിസ്. ടു ബി സൈൻഡ് ബൈ സംവൺ. ആ ബൈ സംവൺ ഇവിടെ പറയുന്നില്ല, കാരണം ഇവിടെ ആര് ചെയ്തു എന്നുള്ളതിലല്ല, എന്ത് ചെയ്തു എന്നുള്ളതിനാണ് പാസീവ് വോയിസിൽ കൂടുതലും പ്രാധാന്യമുള്ളത്. ടു ബി സൈൻ, അവിടെ സൈൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ആര് സൈൻ ചെയ്യുന്നുള്ള ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ദ കംപ്ലീറ്റ് സെന്റൻസ് വുഡ് ബി ടു ബി സൈൻഡ് ബൈ സംവൺ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഇൻവിജിലേറ്റർ എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ആര് ചെയ്തു എന്നുള്ളതിൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് നേരത്തെ ഉള്ള സെന്റൻസിൽ മെൻഷൻ ചെയ്തത് കൊണ്ടോ ആയിരിക്കാം ഇവിടെ വരാത്തത്. അതിതാണ് the answer sheet. The answer sheet should be signed, or the answer sheet is given to be signed, അല്ലെങ്കിൽ answer sheet is to be signed in the presence of the
അങ്ങനെയാണ് ഇൻവിജിലേറ്റർ. അതിന്റെ അർത്ഥം മുകളിലത്തെ സെന്റൻസിലോ അല്ലെങ്കിൽ ഈ സെന്റൻസിന്റെ എവിടെയെങ്കിലോ ഓൾറെഡി ആരാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ സെന്റൻസിൽ അത് പറയുന്നില്ല, കാരണം അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ഈ സംഭവം ഇൻവിജിലേറ്ററിന്റെ മുന്നിൽ വെച്ചാണ് സൈൻ ചെയ്യേണ്ടത് എന്നുള്ള ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് പാസീവ് വോയിസ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നു എന്താ ഏതെങ്കിലും ഒരു ഓക്സിലറി വേർബിന്റെ മുന്നിൽ V3 ഫോം വന്നിട്ടുണ്ടെങ്കിൽ അത് കാരണം അത് പാസീവ് വോയിസിലാണ്. നമ്മളിത് എടുത്ത് പറയാതെ, ഇപ്പം നമ്മളെപ്പോഴും ഗ്രാമർ റൂൾസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഷുഡ് ഹാവ് ബീൻ കഴിഞ്ഞിട്ട് ING ഫോമാണ് വരേണ്ടത്. ചില പാസീവിൽ വരുമ്പോൾ അത് V3 ഫോമാണ്. നമ്മളത് എടുത്ത് പറയാതെ V3 ഈ പാസീവ് ഫോം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വളരെ ചെറുതായിട്ട്, എസ്പെഷ്യലി ഈ റൂൾസ് റെഗുലേഷൻ ന്യൂസ് പേപ്പർ ലാംഗ്വേജ് ആണ് പാസീവ്. അതുകൊണ്ടാണ് നമ്മളത് പറയാത്തത്. നമ്മൾ ആരും മലയാളികൾ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്നല്ലല്ലോ പറയുന്നത്. നമ്മൾ രാവണനെ രാമൻ കൊന്നു എന്നല്ലേ പറയുള്ളൂ. അപ്പൊ നമ്മുടെ ലാംഗ്വേജിലായാലും ഉണ്ട് ഈ കർത്തരി കർമ്മണി പ്രയോഗം എന്ന് പറയുന്ന സംഭവം. എഴുത്ത് ഭാഷ കൂടുതലും പത്രങ്ങളിലും പിന്നെ സാഹിത്യപരമായിട്ടുള്ള എഴുത്തിലും ഒക്കെ മാത്രമേ നമ്മുടെ സ്പോക്കൺ കാഷ്വൽ ഇംഗ്ലീഷിൽ പാസീവ് ഫോം വരുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാത്തത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ചോദിക്കാം. ഓക്കെ, നമ്മൾ തമ്മിൽ കണ്ടു പരിചയമുണ്ട്, പക്ഷെ എവിടെ വെച്ചെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, we've met before but I don't remember where. അത് അത്രേ ഉള്ളൂ. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെ വെച്ചാണെന്ന് പരിചയമില്ല. ഈ വേറെ അവസാനം വരുന്ന അത്ര കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല. എപ്പോഴും വേർ ആർ യു, വേർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് നോ വേർ എന്ന് വെച്ചാൽ എവിടെയാണെന്ന് അറിയില്ല എന്നുള്ളതാണ് അർത്ഥം. എവിടെ എന്ന് സെന്റൻസിൽ വന്നാൽ അതെല്ലാം ക്വസ്റ്റ്യൻ അല്ല. അതെ, ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ എവിടെയായിരുന്നു നീ എവിടെ പോയേക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് ക്വസ്റ്റ്യൻ ആവുന്നത്. ഇത് ക്വസ്റ്റ്യൻ അല്ല, ഇത് ജസ്റ്റ് എവിടെയുള്ള വാക്ക് യൂസ് ചെയ്തത്. ചോദിക്കട്ടെ, അടുത്തത് ഐ ഹാഡ് ഫിനിഷ് ആണോ, ഐ ഹാവ് ഫിനിഷ്ഡ്, ഐ ഹാഡ് ഫിനിഷ്ഡ്, ഇതിന്റെയൊക്കെ ലൈക്ക് ഒന്ന്. ഓക്കെ, ഐ ഹാഡ് ഫിനിഷ് തെറ്റാണ്. ഹാഡ് എന്നുള്ളൊരു ഓക്സിലറി വേർബ് വരുമ്പോൾ അതിനുശേഷം വരുന്ന വേർബ് എപ്പോഴും V3 ഫോമിലായിരിക്കണം. ഓക്കെ, സോ ഐ ഹാവ് ഫിനിഷ്ഡ് കറക്റ്റ് ആണ്. ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ഫിനിഷ് ചെയ്യുന്ന കംപ്ലീറ്റ് എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഫുഡ്, അങ്ങനെയൊക്കെ പറയാം. ലൈക്ക് പൂർത്തിയാക്കി എന്നുള്ള, കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ തീർത്തു എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അത് കറക്റ്റാണ്. ഐ ഹാഡ് ഫിനിഷ്ഡും കറക്റ്റാണ്, പക്ഷെ പുറകിൽ എന്തെങ്കിലും വാലും കൂടി വേണം. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക് ബിഫോർ ഹീ കെയിം എന്നുള്ളത് പുറകിൽ എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഐ ഹാഡ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല. സ്പോക്കൺ ഇംഗ്ലീഷിലെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അപ്പോഴൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഗ്രാമാറ്റിക്കലി സ്പീക്കിംഗ് നമ്മൾ ഒരു വാല് വേണം, ഒരു കംപ്ലീഷൻ ഇല്ല. ഐ ഹാഡ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്ത്, ഐ ഹാവ് ഫിനിഷ്ഡും കംപ്ലീഷൻ ഇല്ല, ഐ ഹാഡ് ഫിനിഷ്ഡും കംപ്ലീഷൻ ഇല്ല. സെൻറ്റൻസിൽ പുറകിൽ എന്തെങ്കിലും കൊടുക്കണം. ബട്ട് ഐ ഹാഡ് ഫിനിഷ്ഡ് ഇസ് എ കറക്റ്റ് യൂസേജ്, ഐ ഹാവ് ഫിനിഷ്ഡ് ഇസ് എ കറക്റ്റ് യൂസേജ്. ഐ ഹാഡ് ഫിനിഷ് അല്ലെങ്കിൽ ഐ ഹാവ് ഫിനിഷ് എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, ഹാഡ് ആയാലും ഹാവ് ആയാലും V3 ഫോം ഓഫ് ദ വേർബ് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത എൻ്റെ അല്ലേ? അതെ. നേരിട്ട് വന്ന് ക്ഷണിക്കാത്തത് കൊണ്ട് കല്യാണത്തിന് വരാതിരിക്കരുത്. പുള്ളിക്കാരത്തിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ഉത്തരം തന്നിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം അതിൽ മിസ്റ്റേക്സ് ഉണ്ട്. നേരിട്ട് വന്ന് ക്ഷണിക്കാത്തത് കൊണ്ട് കല്യാണത്തിന് വരാതിരിക്കരുത്. Even though I'm not inviting you in person, you should attend the wedding, or you should come. Yeah, you must come to the wedding. അല്ലെങ്കിൽ just because I haven't invited you in person, അങ്ങനെ പറയുമ്പോൾ പിന്നെ we'll have to say വരാതിരിക്കരുത്. But then it's the same meaning, right? Yeah, അപ്പം അങ്ങനെ പറയാം. ഈവൻ ദോ എന്ന് വെച്ചാൽ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും എന്നുള്ള എങ്കിലും എന്ന രീതിയിലാണ് ഈവൻ ദോ അവിടെ യൂസ് ചെയ്തത് കേട്ടോ. അതാണ് ഒരു കോംപ്ലിക്കേറ്റഡ് വേർഡ് നമ്മൾ യൂസ് ചെയ്തോളൂ. ഈവൻ ദോ ഐ എം നോട്ട് ഇൻവൈറ്റിംഗ് യു ഇൻ പേഴ്സൺ ഒക്കെ നേരിട്ടെന്നുള്ളത് കാണിക്കുന്നതാണ് നമ്മൾ ഇൻ പേഴ്സൺ എന്ന് പറയുന്നത്. വിൽ ഹാവ് ടു ടോക്ക് ഇൻ പേഴ്സൺ അങ്ങനെ പറയുന്നത്. ഓക്കെ, യാ, ഇനി അടുത്ത് ഞാനാണ് അല്ലേ. അവരെന്ത് ചെയ്യുന്നു എന്നതിനെ വാട്ട് ഡു ദേ ഡസ് എന്ന് എന്തുകൊണ്ടാ പറയാത്തെ? വാട്ട് ഡു ദേ ഡസ് എന്ന് പറയില്ല. ഇപ്പം ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ള കാര്യം എന്താ വെച്ചാൽ വാട്ട് ഡു ദേ ഡു, രണ്ട് ഡു അങ്ങനെ അങ്ങനെയൊന്നുമില്ല. വാട്ട് ഡു ദേ ഡു അതാണ് കറക്റ്റ്. വാട്ട് ഡു യു ഡു, വാട്ട് ഡു യു ഡു, വാട്ട് ഡു ദേ ഡു, വാട്ട് ഡു വി ഡു. കഴിഞ്ഞു. അത് കറക്റ്റ് അല്ല കേട്ടോ. വാട്ട് ഡു ദേ ഡസ് എന്ന് ഒരിക്കലും വരില്ല. ദേയുടെ കൂടെ വരാറില്ലല്ലോ, എവിടെയെങ്കിലും വരാറുണ്ടോ? ഒരിടത്തും വരില്ല. ഹാവ് ഹാഡ് ഹാസ് ഹാഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് അതുപോലെ തന്നെ ഉള്ളു. വാട്ട് ഡു ദേ ഡു അത് കറക്റ്റ് ആണ്, അതിലൊരു മിസ്റ്റേക്കും ഇല്ല. ഓക്കെ, ഞാൻ ഇന്നലെ മുടക്കായിരുന്നു, ലീവിലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ടീച്ചർ എന്തൊക്കെയാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചത്? I was on leave today. Could you tell me what the teacher
What could you tell me what was taught in class today? What the teacher taught in class today? Yeah, okay. ഇപ്പൊ ടീച്ചറിനോടാണ് സംസാരിക്കുന്നെങ്കിൽ നമുക്ക് മലയാളത്തിൽ ടീച്ചർ എന്ന് വിളിച്ചൊരു ഇതുണ്ട്. പക്ഷെ നമ്മള് പുറത്ത് പോകുമ്പോൾ അവരങ്ങനെ വിളിക്കില്ല. സൗണ്ട്സ് വെരി വാട്ട് ഡിഡ് ദ ടീച്ചർ ടീച്ച് ടുഡേ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വരുന്നത് നമ്മൾ വേറെ ആളോടെ ചോദിക്കുന്നത് പോലെ. നമ്മൾ ടീച്ചർ എന്നുള്ള രൂപയ്ക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ഒരാളെ അഭിസംബോധന ഹീ ഈസ് മൈ ടീച്ചർ എന്ന് പറയും. അല്ലാതെ ടീച്ചർ എവിടെ പോയതാ, ടീച്ചർ വേർ ഡിഡ് യു ഗോ നമ്മൾ ആക്ച്വലി ഇംഗ്ലീഷിൽ ചോദിക്കില്ല. ഒത്തിരി സീരീസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം. അവിടെ മിസ്റ്റർ, മിസ് അല്ലെങ്കിൽ മിസ്സസ് എന്നുള്ള യൂസേജ് വരും. നമ്മുടെ ഏഷ്യൻ കൺട്രീസിലാണ് ടീച്ചർ എന്നുള്ള യൂസ്. ഈ കൊറിയൻ അതിലൊക്കെ അങ്ങനെ സെൻപായ് ഒപ്പ അങ്ങനത്തെ. അപ്പം ഈ കൊറിയൻ ഡ്രാമാസ് നമ്മുടെ ഏഷ്യൻ കൺട്രീസിൽ അങ്ങനത്തെ ഒരു യൂസേജ് ഉണ്ടെങ്കിൽ പോലും വെസ്റ്റേൺ കൺട്രീസ്, ഇംഗ്ലീഷൊക്കെ വെസ്റ്റേൺ ലാംഗ്വേജ് അല്ലേ, വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനെ ഒരു യൂസേജ് കണ്ടിട്ടില്ല. മീൻസ് എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ചിലപ്പോൾ റഷ്യൻ ജർമ്മനിലൊക്കെ ഉണ്ടാവും, ബട്ട് ഇംഗ്ലീഷ് ഫ്രഞ്ചിലും ഇല്ലല്ലോ, അങ്ങനെയല്ല. പിന്നെ അതേപോലെ what portions were covered today എന്നും വേണമെങ്കിൽ നമുക്ക് പഠിപ്പിച്ചെന്നുള്ളതിനേക്കാൾ ചോദിക്കാം. what was taught today എന്നുള്ള പോലെ തന്നെ what all portions were covered today എന്നും ചോദിക്കാം കേട്ടോ. ശരി, ഇനി ഞാനാണ് ഓക്കെ. അക്ഷിത അക്സഹായ് എന്റെ പേരുള്ള ഒരാൾ, എന്റെ സ്പെല്ലിംഗ് പറയാം. ഓക്കെ ശരി. അപ്പോൾ വലിയ വായിൽ ചെറിയ വർത്താനം, ഇത് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണല്ലേ. അതെ. അപ്പം അതില് വേറൊരു പ്രോവർബ് പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുകയാണ്, an old head on young shoulders. വലിയ വായിൽ അതെന്ന് പറയുന്നത് വലിയ വായിൽ ചെറിയ വർത്താനം എന്നുള്ള ഒരു സാധനം മാത്രമല്ലേ, അതിനുള്ള ഒരു എക്സ്പ്രഷൻ ആണ് an old head on young shoulders. നമ്മളന്ന് പറഞ്ഞത് വലിയ വായിൽ ചെറിയ വർത്താനം പറയരുത് എന്നുള്ളതാണ്. അതിന് നമ്മൾ സ്പീക്ക് അക്കോർഡിംഗ് ടു ഏജ് എന്നായിരുന്നു പറഞ്ഞത്. ദാറ്റ് can also be used. This is also good. Yeah, a good expression. അത് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇടാന്ന് വിചാരിച്ചത്. ഓക്കെ, ഞാൻ ചോദിക്കാണ്, വാട്ട് എൽസ് എനിത്തിങ് എൽസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് എൽസ് എന്ന് വെച്ചാൽ വേറെ എന്താ എന്നുള്ള അർത്ഥമാണ്. വാട്ട് എൽസ് ഡു വി ഹാവ്, വേറെ എന്താ നമുക്കുള്ളത്. പിന്നെ ഏതാ ചോദിച്ചാൽ എനിത്തിങ് എൽസ് എന്ന് വെച്ചാൽ മറ്റെന്തെങ്കിലും. ഡു യു ഹാവ് എനിത്തിങ് എൽസ് ടു സേ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, മറ്റെന്തെങ്കിലും, വേറെന്തെങ്കിലും എന്നൊക്കെയുള്ള മീനിങ് ആണ് എനിത്തിങ് എൽസിനുള്ളത്. എല്ലാ സിറ്റുവേഷനും ഇത് ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. Do you have anything else to say? Do you have what else to say? നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ സോ what else do you have to do you have what else do you have എന്ന് ചോദിക്കാം. പക്ഷേ do you have what else to say എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. സോ എല്ലാം നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. അർത്ഥം നമുക്ക് ഏറെക്കുറെ ഇത് ഒരുപോലെ ആണല്ലോ എന്ന് തോന്നുമെങ്കിലും you cannot use it in the same way. Synonymous അല്ല. സെന്റൻസ് സ്ട്രക്ചറിൽ എന്തായാലും സെന്റൻസ് സ്ട്രക്ചർ ആ പ്രശ്നം. what else do you have to say do you have anything else to say ഒരേ അർത്ഥമാണുള്ളത്, പക്ഷെ നമ്മൾ ഒരേപോലെയാണോ അത് പറഞ്ഞല്ല. അപ്പം സെന്റൻസ് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത്. ഇറ്റ്സ് മീ റൈറ്റ്. എത്രാമത്തത് എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? ഞങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഓൾറെഡി ഉത്തരം പറഞ്ഞിട്ട് കാണും. ബട്ട് എത്രാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ദ പ്രോബ്ലം ഇസ് ദർ ഇസ് നോ എക്സാക്ട് വേർഡ്. ഇപ്പം എനിക്കറിയാം കോമന്റിൽ വരും ഹൗ മെനി എന്ന് യൂസ് ചെയ്താൽ പോലെ, സിമ്പിൾ ആയിട്ട് ഹൗ മെനി എന്ന് യൂസ് ചെയ്യൂ എന്നൊക്കെ പണ്ഡിതന്മാരെ കൊടുക്കും. ബട്ട് ദാറ്റ്സ് നോട്ട് റൈറ്റ്. എനിക്ക് ആഗ്രഹമുണ്ട് ഹൗ മെനി ഹൗ മച്ച് എന്നൊക്കെ യൂസ് ചെയ്യാൻ. എഗെയിൻ ഹൗ മെനി എഗെയിൻ ഹൗ മെനി എന്നുള്ള യൂസേജ് വരുമ്പോഴും കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ മാത്രമേ നമുക്ക് മെനി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഹൗ മെനി ഹൗ മച്ച് ഇതൊക്കെ തെറ്റാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട്, ഇത് ഇതുവരെയും ആരും അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യക്കാരെന്ന് ജനറലി പറയാനും പറ്റത്തില്ല. കുറേ ആൾക്കാരുണ്ട്, മീൻസ് എല്ലാം അറിയാമെന്നുള്ളൊരു തോന്നലുള്ള ആൾക്കാരാണ് ഈ ഹൗ മെനി ഒക്കെ പറയുന്നത്. ഭാവിയിൽ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി നിങ്ങൾ ഹൗ മെനി എന്ന് ചോദിച്ചാൽ നിങ്ങളെ കളിയാക്കിച്ചിരിക്കത്തേ ഉള്ള ആൾക്കാർ, ബിക്കോസ് ദാറ്റ്സ് റോങ്. നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാം. ഇഫ് ഇറ്റ്സ് എ ഫോർമൽ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ്, എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്, അങ്ങനത്തെ കേസസിൽ വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ക്രോണോളജിക്കൽ ഓർഡർ അത് യൂസ് ചെയ്യാം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് സമൺ ആസ്. ഇപ്പം ഇൻഫോർമൽ കേസസിൽ എത്രാമത്തെ പിറന്നാളാണ്, ഹൗ ഓൾഡ് ആർ യു, എത്ര ക്ലാസ് വരെ പഠിച്ചു, വാട്ട് ഈസ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, യു കൻ യൂസ് ഹൗ ഫാർ ഹാവ് യു സ്റ്റഡീഡ്. പിന്നെയും കുഴപ്പമില്ല, ബട്ട് ഐ ഹവ് നെവർ ഹേർഡ് ഇറ്റ് being used anywhere, but still it's fine. But I won't promote that because it's not accepted. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അത് അക്സെപ്റ്റ് ആയിട്ട് ഞാൻ എവിടെയും കണ്ടില്ല. എനിക്ക് കിട്ടിയ ഉത്തരം മൊത്തം
ഇന്ത്യൻ യൂസേജ് ആണ്, ഇന്ത്യക്കാർ മാത്രമേ ഇങ്ങനെ പറയുള്ളൂ, നേറ്റീവ് സ്പീക്കേഴ്സ് ഇങ്ങനെ പറയില്ല എന്നാണ്. സോ ഐ വുഡൻറ്റ് പ്രൊമോട്ട് ദാറ്റ്, ബട്ട് നെവർ യൂസ് ഹൗ മെനിയത്ത് ഇസ് ബ്ലണ്ടർ. സത്യമാണ്, ഞാൻ എല്ലായിടത്തും നോക്കി. ഐ തോട്ട് ദാറ്റ് മൈറ്റ് ബി റൈറ്റ് എന്ന്. അതല്ല എനിക്ക് പ്രശ്നം, ഹൗ മെനിയത്ത് ശരിയാണെന്ന് ചോദിക്കുന്നവരുണ്ട്, ദാറ്റ് ഈസ് ഫൈൻ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. പക്ഷെ ഹൗ മെനിയത്ത് ശരിയാണ് എന്ന് പറയുന്നവരുണ്ട്. ഇഫ് യു ഡോണ്ട് നോ ദെൻ പ്ലീസ് ജസ്റ്റ് ഡോണ്ട് റിപ്ലൈ ടു ദ ക്വസ്റ്റ്യൻ. ഞങ്ങളുണ്ട് ഇവിടെ ആൻസർ കൊടുക്കാനായിട്ട്. ഓക്കെ, സോ ഡോണ്ട് യൂസ് ഹൗ മെനിയത്ത്, എവറിത്തിങ് എൽസ് ഇസ് ഫൈൻ. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, തിരിച്ച് കുത്തിയൊക്കെ ചോദിക്കാം ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ഞാനാണ് ഡോണ്ട് ആഡ് എനിത്തിങ് ആർ 2 നെഗറ്റീവ് വേർഡ്സ്. ക്യാൻ വി യൂസ് 2 നെഗറ്റീവ് വേർഡ്സ് ടുഗദർ? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡോണ്ട് ആൻഡ് എനിത്തിങ് ആർ 2 നെഗറ്റീവ് വേർഡ്സ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞേക്കോ, പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ തന്നെ തെറ്റി. രണ്ടും നെഗറ്റീവ് വേർഡ്സ് അല്ല. ഡോണ്ട് നെഗറ്റീവ് ആണ്, ഡൂന്റെ നെഗറ്റീവ് ആണ് ഡോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എനിത്തിങ് എന്തിന്റെ നെഗറ്റീവ് ആണ്? എനിത്തിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും എന്നാണ് മീനിങ്. അവിടെ എന്തെങ്കിലും ഉണ്ടാകാം, എന്തെങ്കിലും ഇല്ലാതിരിക്കാം. എന്തെങ്കിലും ഉണ്ടോന്നും ചോദിക്കാം, എന്തെങ്കിലും ഇല്ലേന്നും ചോദിക്കാം. രണ്ടും നമ്മള് എനിത്തിങ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ഡിഡ്ന്റ് സേ എനിത്തിങ്, ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഐ ഡിഡ്ന്റ് സേ എനിത്തിങ് എന്ന് രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഐ ഡിഡ്ന്റ് സേ നത്തിങ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവിടെയാണ് മിസ്റ്റേക്ക്. നത്തിങ് ആണ് നെഗറ്റീവ് വേർഡ്. എനിത്തിങ് ഇസ് എൻറ്റയർലി a positive word because we don't know whether there is something or not. Anything is neither positive, like not negative, right? Yeah. Can we use 2 negative words together? No, again, ഇവിടെ 2 നെഗറ്റീവ് വേർഡ്സ് എവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണിച്ചിട്ടില്ല. പക്ഷേ ലൈക്ക് there might be situations where this is wrong, like don't say nothing. അങ്ങനെ പറയത്തില്ല. പിന്നെ say nothing. don't you have anything to say ല് don't do anything വരുന്നുണ്ട്, പക്ഷെ അത് തെറ്റല്ല. നെഗറ്റീവ് വേർഡ്സ് അല്ല രണ്ടും. എനിത്തിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സാധ്യതയുണ്ട്, എന്തെങ്കിലും ഉണ്ടാകാം, എന്തെങ്കിലും ഉണ്ടാവാതിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ സാധ്യതയുണ്ട്. ഇപ്പം എനിത്തിങ് ഏത് സാഹചര്യത്തിൽ യൂസ് ചെയ്താൽ ഇറ്റ്സ് എ ന്യൂട്രൽ വേർഡ്, ഓർ സംടൈംസ് ഇറ്റ്സ് എ പോസിറ്റീവ് വേർഡ്, ബട്ട് നെവർ എ നെഗറ്റീവ് വേർഡ്. ഇറ്റ്സ് നെവർ എ നെഗറ്റീവ് വേർഡ്. ഓക്കെ ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഈ 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തല്ലേ? ഓക്കെ, അപ്പം 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ പിന്നെ എന്താ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ചാനലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. അതുപോലെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങിയിട്ടുള്ള ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എനിക്ക് പല അഡ്മിഷൻസും പ്രശ്നമാകുന്നതിൻ്റെ കാരണം അവരാരും ഓഡിയോ ക്ലിപ്പ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഓഡിയോ ക്ലിപ്പൊക്കെ അയക്കുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. ഞങ്ങളുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് അക്സ അബ്രഹാം സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു, ബൈ ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.